ഹലോ ഫ്രണ്ട്സ്, മുനീറാസ് കുക്കിംഗ് ടിപ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവർക്കും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് കൂട്ടണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. നമ്മുടെ നാട്ടിൽ എളമ്പക്കാന്ന് പറയും, കക്ക ഇറച്ചി, അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ ഭാഷയാണല്ലോ. അപ്പോൾ ഇത് ഉണ്ടാവും വലിപ്പം കൂടുതലുള്ള സാധനമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നന്നായി ക്ലീനാക്കി എടുക്കാം. ഇതുപോലെ നന്നായി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ക്ലീനാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഇത് ആരും തുറന്ന് ഇറച്ചിയെടുക്കാൻ പാടില്ല, പുഴുങ്ങിയെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം വേവത്തിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. നമുക്ക് ഈ ഇറച്ചി ഒന്ന് അടർത്തിയെടുക്കാം. ചൂടോട് കൂടി തന്നെയാണ് ഞാനിത് അടർത്തിയെടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ തിരുത്തി വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. തോട് പോലെ തന്നെ നല്ല ഇറച്ചി ഉള്ളതാണ് സാധനം. ഇത് നമുക്ക് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാം. കൂടുതൽ കച്ചറുള്ള സാധനമാണ് കേട്ടോ. സാധാരണ നമുക്ക് പോലെ ഉണ്ട്, ഇത് വൃത്തിയാക്കാൻ ഭയങ്കര വിഷമമുള്ള സാധനമാണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര കച്ചറുള്ള സാധനമാണെന്ന്. അപ്പം നമുക്കിത് നല്ലോണം വൃത്തിയാക്കി എടുക്കേണ്ടി വരും. അങ്ങനെ ഓരോന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. വേവ് കൂടുതലുള്ളത് കാരണമാണ് ഇങ്ങനെ ചെറുതാക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മാവിനുള്ള കൂട്ട് റെഡിയാക്കാം. ചുവന്നുള്ളി, തേങ്ങ, കറിവേപ്പില, മല്ലിച്ചപ്പ്, ചെറിയ ജീരകം, കുറച്ച് പച്ചരി, ഇതൊക്കെ എടുത്തിട്ട് വേണം നമുക്കിതിൻ്റെ കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ജാറിലോട്ടിടാം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ജീരകം വേറിക്കൊടുക്കാം. ഇനി നമുക്ക് നൈസ് പത്തിരിപ്പൊടിയാണ് വേണ്ടത്. അത് നല്ല കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആകുന്നവരെ നിൽക്കാം. ഇത് ഈ പരുവത്തിൽ വേണേ ആവാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആ ഇളമ്പക്കല്ല പീസ് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തേക്കാം. ഇതിൻ്റെ ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്ത് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നല്ലോണം ഒന്ന് മിക്സായതിന് ശേഷം അതിൽ കുറച്ച് തക്കാളി, ഉള്ളി അങ്ങനെയെല്ലാം ചേർത്ത് കൊടുക്കാം. തക്കാളി, ഉള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ് ഇതൊക്കെയാണ്. എന്നിട്ട് ചെറിയൊരു തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തക്കാളിയുടെ ചിലവരിടും, ഇടാത്തവർക്ക് ഉള്ളി മാത്രം മതി. അതൊന്ന് നല്ല വരണ്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി വരുന്നത് നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായി തോട് കഴുകി വെച്ചിട്ട് നമ്മുടെ മസാല കൂട്ടെല്ലാം റെഡിയായി. ടേസ്റ്റ് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഗ്യാസെല്ലാം ഓഫാക്കിയത്. അങ്ങനെ കയ്യിൽ മാവ് വെച്ച് അതിൻ്റെ അകത്ത് പണ്ടം നിറച്ചിട്ടാണ് ഞാൻ തോടിൽ വെക്കുന്നത്. തോടിൻ്റെ അകത്ത് ആക്കും വെളിച്ചെണ്ണയിലാക്കിയിട്ട് അങ്ങനെ നിറക്കുന്ന ടൈമിന് ഇത് ഇളകി വരാൻ കുറച്ച് വിഷമമായിരിക്കും. അതുകൊണ്ട് അത് കയ്യിൽ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പം നമ്മളതൊന്ന് അടുത്ത് നോക്കുമ്പോൾ അതേ നല്ല ഷേപ്പിൽ കിട്ടുന്നുണ്ട്. എന്താ അങ്ങനെ ഓരോന്നായി നിറച്ച് വെച്ചിട്ട് കുറച്ച് ബാക്കി വന്ന പണ്ടത്തോട് ഞാൻ കുറച്ച് കൽമാസും ആക്കി. അങ്ങനെ ഇത് നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഓരോന്നോരോന്നായിട്ട് അടച്ചെങ്കിലാണ് ഞാൻ ഇഡ്ഡലിത്തട്ടിൽ വെക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഞാൻ കൽമാസിൻ്റെ അത് ഒന്ന് വെക്കുന്നുണ്ട്. അതിന് വേറെ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതായി
ആയിട്ട് നന്നായി പോയി. അതിന് ശേഷം ഞാനിത് പൊളിച്ച് എടുക്കുകയാണ്, അടർത്തിയെടുക്കുകയാണ്. ഓരോന്നോരോന്നായി അടർത്തിയെടുത്തിട്ട് അത് അതിൻ്റെ ആകൃതിയിൽ തന്നെ വന്നിട്ട് കണ്ട നല്ല ഷേപ്പായിട്ട്. അങ്ങനെ ഇത് മസാല ആക്കി മുളകും മഞ്ഞളും ഉപ്പും മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഇത് പൊരിച്ചെടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചു. അങ്ങനെ നമ്മളെ കടി റെഡിയായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ട് തോന്നില്ല, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കട്ടൻ ചായയും കടികളും 4 മണി പലഹാരം റെഡിയായി അതുപോലെ ഉണ്ടാവും. ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്.